ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഫസ്റ്റത്തെ മൂവി ബബ്ബ ഭയം ഭക്തി ബഹുമാനം. ദിലീപിനെ നായകനാക്കി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്തൊരു ആക്ഷൻ കോമഡി മൂവിയാണ് ബബ്ബ ഭയം ഭക്തി ബഹുമാനം. തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് സിനിമ നേടിയത്. ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ കൂടാതെ മോഹൻലാലിന്റെ മാസ് അതിഥിവേഷം തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. C5 ആണ് മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 16 മുതൽ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു കന്നഡ മൂവിയാണ് 45. ഒരു ആക്ഷൻ അഡ്വഞ്ചർ മൂവിയാണ് 45. സംഗീത സംവിധായകൻ അർജുൻ ജന്യ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് 45. ശിവ രാജ്കുമാർ, ഉപേന്ദ്ര, രാജ്ബി ഷെട്ടി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 22 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രത്തീന രചന സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി മാസം 2nd വീക്ക് സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മലയാളം മൂവി നൈറ്റ് റൈഡേഴ്സ്. മാത്യു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി മൂവിയാണ് നൈറ്റ് റൈഡേഴ്സ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി ജനുവരി മാസം സർപ്രൈസായി സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഒരു അമേരിക്കൻ ഇതിഹാസ സയൻസ് ഫിക്ഷൻ ചിത്രമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത അവതാർ ചലച്ചിത്ര പരമ്പരയിലെ 3ാം ഭാഗമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ഡിസ്നി പ്ലസും ജിയോ ഹോട്ട്സ്റ്റാറും സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഏപ്രിൽ അല്ലെങ്കിൽ ജൂൺ മാസം റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു മലയാളം മൂവിയാണ് ഗാർഡിയൻ ഏഞ്ചൽ. സജു ദാസ്, രാഹുൽ മാധവ്, മേജർ രവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സജു എസ് ദാസ് സംവിധാനം ചെയ്തൊരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ഗാർഡിയൻ ഏഞ്ചൽ. സിംപ്ലി സൗത്തിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു മലയാളം മൂവിയാണ് ബാൾട്ടി. ഷെയും നികത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു മലയാളം മൂവിയാണ് പെങ്ങളില. ലാൽ, രഞ്ജിത് പണിക്കർ, നരേൻ, ഇന്ദ്രൻസ്, പ്രിയങ്ക എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി TV ചന്ദ്രൻ രചനയും സംവിധാനം നിർവഹിച്ചൊരു മൂവിയാണ് പെങ്ങളില. മനോരമാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി മെമ്മറി പ്ലസ്. അനീഷ് ജി മേനോൻ, അന്നു ആന്റണി, ശിവജി ഗുരുവായൂർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി KT മൻസൂർ സംവിധാനം ചെയ്തൊരു മൂവിയാണ് മെമ്മറി പ്ലസ്. മനോരമാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് സൈലൻസർ. ലാൽ, മീര വാസുദേവ്, ഇർഷാദ് അലി, ജയരാജ് വാര്യർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത മൂവിയാണ് സൈലൻസർ. മനോരമാക്സ് ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മലയാളം മൂവിയാണ് ലീച്ച്. അനൂപ് രത്ന, മേഘ, സന്ധ്യ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി SM രചനയും സംവിധാനം നിർവഹിച്ചൊരു ആക്ഷൻ ചിത്രമാണ് ലീച്ച്. സിംപ്ലി സൗത്തിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ചീക്കാട്ടിലോ. ഒരു ട്രൂ ക്രൈം സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ചീക്കാട്ടിലോ. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 23 മുതൽ തെലുങ്ക്, ഹിന്ദി, തമിഴ് ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഹീർ എക്സ്പ്രസ്. ഉമേഷ് ശുക്ല സംവിധാനം ചെയ്ത ഒരു ഫാമിലി കോമഡി ഡ്രാമ ഫിലിമാണ് ഹീർ എക്സ്പ്രസ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി കളങ്കാവൽ. ജിദ്രി കെ ജോസ് രചനയും സംവിധാനം നിർവഹിച്ചൊരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കളങ്കാവൽ. മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷങ്ങളെത്തുന്ന ചിത്രത്തിൽ ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജീഷ വിജയൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സോണി ലിവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. അടുത്ത ആഴ്ച റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് സർവമായ. നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി അഖിൽ സത്യൻ രചനയും സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി ഫാന്റസി ചിത്രമാണ് സർവമായ. ഈ ചിത്രത്തിൽ നിവിൻ പോളിയെ കൂടാതെ റിയ ഷിബു, അജു വർഗീസ്, ജനാർദ്ദനൻ എന്നിവരും ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഫെബ്രുവരി 1st വീക്കിലോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു മലയാളം മൂവിയാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ്, കോട്ടയം രമേശ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്തൊരു ത്രില്ലർ ചിത്രമാണ് വിലായത്ത് ബുദ്ധ. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി മാസം 1st അല്ലെങ്കിൽ 2nd വീക്ക് സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ഡ്യുവൽ. അക്ഷജ് സഗിരാജു, ഖുഷി പിള്ളല എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുരേഷ് സഗിരാജു സംവിധാനം ചെയ്തൊരു സൈക്കോളജിക്കൽ ഹൊറർ മിസ്റ്ററി സയൻസ് ഫിക്ഷൻ ത്രില്ലർ മൂവിയാണ് ഡ്യുവൽ. ജനുവരി 9 മുതൽ ലയൺസ്ഗേറ്റ് പേയിലൂടെ പാനിന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു തമിഴ് മൂവിയാണ് മാസ്ക്. നവാഗതനായ വികർണൻ അശോക് രചനയും സംവിധാനവും നിർവഹിച്ചൊരു അഡ്വഞ്ചർ കോമഡി മൂവിയാണ് മാസ്ക്. ഈ ചിത്രത്തിൽ കവിനും ആൻഡ്രിയ ജെറമിയയുമാണ് പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്നത്. C5 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ദ ബിഗ് ഫേക്ക്. ഒരു ഇറ്റാലിയൻ ക്രൈം ഡ്രാമ മൂവിയാണ് ദ ബിഗ് ഫേക്ക്. ഒരു നടന്ന സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്.
നെറ്റ്ഫ്ലിക്സിലൂടെ ജനുവരി 23 മുതൽ ഈ മൂവി സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മസ്തി 4. മസ്തി ചലച്ചിത്ര പരമ്പരയിലെ 4ാമത്തെ ചിത്രമാണ് മസ്തി 4. മിലാപ് സവേരി സംവിധാനം ചെയ്ത മൂവിയാണ് മസ്തി 4. C5ലൂടെ ജനുവരി 16 മുതൽ ഈ മൂവി സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് അങ്കമാൾ. ഗീതാ കൈലാസത്തെ കേന്ദ്ര കഥാപാത്രമാക്കി വിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്തൊരു ഫാമിലി മൂവിയാണ് അങ്കമാൾ. സൺനെക്സ്റ്റിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഹക്. യാമി ഗൗതംദർ, ഇമ്രാൻ ഹാഷ്മി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുബർണ വർമ്മ സംവിധാനം ചെയ്തൊരു കോർട്ട് റൂം ഡ്രാമ മൂവിയാണ് ഹക്. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് 120 ബഹാദൂർ. ഫർഹാൻ അക്തർ, റാഷി ഖന്ന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റസനീഷ് റാസിക്കായ് സംവിധാനം ചെയ്തൊരു ആക്ഷൻ മൂവിയാണ് 120 ബഹാദൂർ. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 16 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു കന്നഡ വെബ് സീരീസ് ആണ് ഏകം. ഒരു ആന്തോളജി ഫിലിമാണ് ഏകം. പ്രകാശ് രാജ്, രാജ്ബി ഷെട്ടി, ഷൈൻ ഷെട്ടി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. C5ലൂടെ ജനുവരി 9 മുതൽ ഈ വെബ് സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഗുസ്താഖ് ഇഷ്ക്. വിപു പുരി സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് മൂവിയാണ് ഗുസ്താഖ് ഇഷ്ക്. വിജയ് വർമ്മ, ഫാത്തിമ സന ഷെയ്ഖ്, നസറുദ്ദീൻ ഷാ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ജനുവരി 23 റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ദുരന്തർ. ആദിത്യ ദർ രചനയും സഹനിർമ്മാണവും സംവിധാനം നിർവഹിച്ച ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദുരന്തർ. ഈ ചിത്രത്തിൽ രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, ആർ മാധവൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. 285 കോടി രൂപയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 30 ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു തമിഴ് മൂവിയാണ് മഹാസെൻഹ. വിമൽ, യോഗി ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദിനേഷ് കളൈ സെൽവൻ സംവിധാനം ചെയ്തൊരു അഡ്വഞ്ചർ മിത്തോളജിക്കൽ ത്രില്ലർ മൂവിയാണ് മഹാസെൻഹ. സിംപ്ലി സൗത്ത് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 9 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ദ റിപ്പ്. ജോ കാർണഹാൻ രചനയും സംവിധാനം നിർവഹിച്ചൊരു അമേരിക്കൻ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദ റിപ്പ്. ജനുവരി 16 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ദ റിപ്പ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് എക്കോ. സന്ദീപ്, പ്രദീപ്, വിനീത്, നരേൻ, വിനു പപ്പു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ബാഹുൽ രമേശ് രചനയും ദിൻജിത്ത് അയ്യത്താൻ സംവിധാനവും ചെയ്തൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് എക്കോ. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് ഗദ്ദ. മനോജ് ഖാനയാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. സുദേവ് വാര്യർ, ആശ ശരത്, ഉത്തര ശരത്, സുധീർ കരമന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. മനോരമ മാക്സ് ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു വെബ് സീരീസ് ആണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് സീസൺ 2. ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ വെബ് സീരീസ് ആണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് സീസൺ 2. സോണി ലിവിലൂടെ ജനുവരി 9 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും.